ഓം ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഈ പരിപാടിയെ സംബന്ധിച്ച് വന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ലോക്ക്ഡൗൺ കാലത്ത് പലതവണ ഈ പരിപാടി, നമ്മുടെ ജ്യോതിഷം പ്രോഗ്രാം ആവർത്തനമുണ്ടായിരുന്നു. അത് ആ സമയത്ത് വാഹനങ്ങൾ ഓടാത്ത സമയത്ത് എനിക്ക് തലശ്ശേരിയിൽ നിന്നും ഇവിടെ എത്തിച്ചേരാൻ പറ്റാതെ വന്നു. അങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ച പ്രോഗ്രാമുകൾ കാണിച്ചു കൊണ്ടേയിരുന്നത്. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയായി. കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മുടെ പ്രോഗ്രാം ലൈവാണ്. ഇപ്പോഴും ഇന്ന് നടക്കുന്നത് ലൈവ് തന്നെയാണ്. ഈ പറയുന്ന ലോക്ക്ഡൗൺ കാലത്ത് മാത്രമാണ് അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾ ലൈവല്ലാതെ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വെച്ച് കാണിച്ചത്. അതല്ലാതെ പരിപാടിയുടെ രീതിയൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ വിളിക്കാം, വിളിച്ചാൽ കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളായിട്ട് എത്രയോ പേർ ലൈവായി തന്നെ ഈ പ്രോഗ്രാം അറിഞ്ഞിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണം, അത് പ്രത്യേകം പറയുന്നു. ഏതായാലും കൃത്യമായ സമയവും ഡേറ്റും ഉള്ളവർ മാത്രം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഡേറ്റും സമയവും ഇല്ലാത്ത ഒന്നും തന്നെ പറഞ്ഞു തരാൻ സാധിക്കില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കോളുണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂടാളി. പറയൂ, ഡേറ്റ് പറയൂ. 10-12-2000. 10-12-2000. സമയം 1:08 രാത്രി, ശനിയാഴ്ച. രോഹിണി നക്ഷത്രം അല്ല, കാർത്തികയാണ്. 10-12-2000. 10-12-2000 രാത്രി 1:08. 1:08. നിങ്ങൾ എന്താണ് ഡിസംബർ 10-ാണ്. ഡിസംബർ 10-ന് 2000. ഓക്കെ. കാർത്തിക നക്ഷത്രം. ശരി. ആരുടേതാണെന്ന് പറയൂ. മകളുടേതോ? എന്താണ് മകളെ കുറിച്ച് അറിയാനുള്ള വിഷയം? കല്യാണത്തിന്റെ അറിയണം, വിദ്യാഭ്യാസത്തിന്റെ. കല്യാണം ഏതായാലും അഷ്ടമാധിപനായ ചൊവ്വയുടെ ദശയാണ്. അത് 21 2-ാം മാസം വരെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 3 മാസം ദശാസന്ധിയാണ്. ചുരുക്കി പറയാൽ അടുത്ത മെയ്ക്ക് ശേഷം മാത്രമേ കല്യാണം നടത്താൻ പറ്റുള്ളൂ. പിന്നെ രാഹുദശ പൊതുവെ ഈ ജാതകത്തിൽ അനുകൂലമാണ്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും കല്യാണം നടന്നുകൊള്ളും. വിവാഹശേഷം വലിയ രൂപത്തിലുള്ള ഉയർച്ച വരുന്ന ഒരു പെൺകുട്ടിയുടെ ജാതകമാണ്. വിവാഹശേഷം ഭാഗ്യം വരിക എന്നൊരു ഫലമുണ്ട്. ഒരുവിധം കൊള്ളാവുന്നൊരു ഭർത്താവിന് തന്നെ ലഭിക്കുകയും ചെയ്യും. പിന്നെ വേറെ എന്താണ്? പഠനം ഇപ്പം നടക്കുന്നില്ലേ? പഠനം നടക്കുന്നുണ്ട്. അതെന്താണ്, ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ബികോം. ശരി. അല്ല, ഇവിടെ ശ്രമിച്ച് നന്നായിട്ട് നല്ല ഭാഗ്യമുള്ളവളാണ്. അതുകൊണ്ട് തന്നെ ഭാവി ശോഭനമായിട്ട് തന്നെ ഉണ്ടാവും. ദൈവാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. ഓക്കെ. ശരീരത്തിന് വേണ്ടത്ര പുഷ്ടിയില്ലാത്തൊരു പ്രശ്നമുണ്ടോ? തടി വരാൻ തുടങ്ങിയില്ലേ? ഇനി വന്നോളും. രാഹുദശ വന്നാൽ നന്നാവും. ഈ ചൊവ്വയാണ് അവളെ പറ്റിച്ചത്. ചൊവ്വ അവളെ വല്ലാതെ ഒരു മോശപ്പെട്ട ദശയായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് വിചാരിച്ച പോലത്തിലൊന്നും പഠനത്തിലൊന്നും മുമ്പോട്ട് പോകാൻ പറ്റാത്തത്. ഈ ജാതകത്തിൽ ഏറ്റവും പിഴച്ചു നിൽക്കുന്ന ഗ്രഹം ചൊവ്വയാണ്. അപ്പോൾ ആ ചൊവ്വയായിരുന്നു അവൾക്ക് 13 വയസ്സ് മുതൽ 20 ഞാൻ ഈ പറഞ്ഞ പ്രായം വരെ, അടുത്ത കൊല്ലം 2-ാം മാസം വരെ. അതിനുശേഷം എല്ലാത്തിനും നല്ല ഐശ്വര്യം കൊടുക്കുന്ന രാഹു തന്നെയാണ്. ഓക്കെ.
നല്ല നിലയിൽ തന്നെ പോകും മുമ്പോട്ട്. ഓക്ക് ജോലിന്റെ അങ്ങാറ്റം കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ ദൈവാനുഗ്രഹവും ഭാഗ്യവും ഉണ്ട്. അത് പിന്നെ ഒരാളുടെ ശ്രമം പോലെ ഇരിക്കും. അത് നന്നായിട്ട് പരിശ്രമിച്ചാൽ അതിനുള്ള എല്ലാ തരത്തിലുള്ള ഭാഗ്യവും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി ആർക്കും ഒരു തരത്തിലുള്ള സന്ദേഹവും ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും നമ്മുടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനം ജനന സമയത്തിനും അതേപോലെ കൃത്യമായ സമയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചിട്ടും സമയമില്ലാത്ത ആളുകൾ പലപ്പോഴും വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. സമയം കൃത്യമായിട്ടുള്ളവർ മാത്രം പരിപാടിയിൽ പങ്കെടുക്കുക. അങ്ങനെ വരുമ്പോൾ, അല്ലാതെ വരുമ്പോൾ എൻ്റെ ഫലപ്രവചനവും തെറ്റിപ്പോവും. സമയത്തിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതും നിങ്ങളുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ആ കാര്യം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും പിന്നെ ഞാൻ അന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ ഓരോ ഗ്രഹങ്ങളും വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും ശനിയും മറ്റൊക്കെ, ഇന്ന് ശനിയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ശനിയുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം എല്ലാവർക്കും എന്ത് കാര്യത്തിനും തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളത് ശനിയുടെ ഒരു പൊതു സ്വഭാവമാണ്. അലസത ശനിയുടെ ഒരു പ്രത്യേകതയാണ്. ഒപ്പം വൃത്തി കുറഞ്ഞ ഒരു രീതി ശനിദശാകാലത്ത് പലർക്കും കണ്ടിട്ടുണ്ട്. അത് രാഹുദശയിലും ചിലപ്പോൾ വ്യക്തികൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അതായത് വളരെ വൃത്തിയായിട്ട് നടക്കുക, അല്ലെ ശരീരശുദ്ധി പാലിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ അലസത വന്നു ചേരും ഈ ശനിയിലും രാഹുവിലും മറ്റൊക്കെ. അങ്ങനെ അത് നമുക്ക് മറ്റു തരത്തിലുള്ള സ്കിൻ ഡിസീസും മറ്റൊക്കെ ഇത്തരം കാലഘട്ടത്തിൽ ഈ ശുചിത്വം പാലിക്കാതിരുന്നാൽ, വ്യക്തി ശുചിത്വം പാലിക്കാതിരുന്നാൽ അത് നിമിത്തം പലതരത്തിലുള്ള കുഴപ്പങ്ങളും വന്നു ചേരുമല്ലോ. അതൊക്കെ ഈ ശനിയിലും രാഹുവിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലരും അതേപോലെ ഉറക്കത്തോട് അമിതമായ താല്പര്യമുണ്ടാവുക എന്നത് ശനിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? തലശ്ശേരി. ശരി, ഡേറ്റ് പറയൂ. 1961 സെപ്റ്റംബർ 18. 1961 സെപ്റ്റംബർ 18. സമയം 4:46 വൈകുന്നേരം. ആരുടേതാണ്? എന്റെ തന്നെയാണ്. പൂയ നക്ഷത്രം. ഹലോ ഹലോ 18/9/66 പറഞ്ഞത്? 68? 1961. ഓക്കെ ഓക്കെ. സെപ്റ്റംബർ 18. ശരി ശരി ശരി. അപ്പോൾ മൂലം നക്ഷത്രം. ഓക്കെ ഓക്കെ. എന്താണ് 59 വയസ്സായി, 60-ാം വയസ്സ് ഷഷ്ടിപൂർത്തിയൊക്കെ എത്താനായി. എന്താണ് അറിയേണ്ട വിഷയം? എന്തോ ശരീരത്തിൽ വല്ലാതൊരു അല്ല, ശരീരം പിന്നെ ഈ പറഞ്ഞ 60 വയസ്സൊക്കെ എത്താൻ നോക്കുമ്പോൾ ശരീരത്തിനൊക്കെ എല്ലാവർക്കും കുഴപ്പം വരൂലേ? അതിപ്പം 30-കാരൻ്റെ നോക്കിയിട്ട് തോന്നും നമുക്കൊക്കെ ഇപ്പം ചിരിക്കും, ഇങ്ങനെ നോക്കി നിൽക്കാനല്ലേ പറ്റൂ. അത് പിന്നെ സ്വാഭാവികമല്ലേ. സമയദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടക്കുന്നത് അറിയാലോ, രാഹുദശയാണ് നടക്കുന്നത്. ഇപ്പോൾ രാഹുദശ പൊതുവെ മനുഷ്യന് പാപഗ്രഹം ആണല്ലോ രാഹു. അതുകൊണ്ട് തന്നെ
അതത്ര വലിയ ഇത് കൊടുക്കുന്ന ആളല്ല. അതിലേറ്റവും മോശപ്പെട്ട പീരീഡ് വരാൻ പോകുന്നത് ഈ അടുത്ത ഫെബ്രുവരി മുതലാണ്. സൂര്യൻ്റെ ഒരു അപഹാരമുണ്ട്. അതായത് 60-ാം വയസ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്തും വളരെ മോശമായൊരു കാലഘട്ടം തന്നെ ആയിരിക്കും. കുറച്ച് ശ്രദ്ധിക്കണം ആരോഗ്യം. വീഴ്ചയുടെ ശ്രദ്ധയും വേണം. അതായത് നമ്മൾ ഈ 2 വീലറൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ, അങ്ങനെയൊന്നും അതിലുള്ള അത് വേണ്ട. അത് ഉണ്ടായാലും കയറാൻ പാടില്ല. മറ്റുള്ളവരുടെ പുറകിലും കയറണ്ട. കാരണം അസ്ഥി, എല്ല് ഇങ്ങനെയുള്ള സൂര്യൻ പിഴച്ചു നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചക്കുറവ് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കണ്ണിന് ഇനി അങ്ങോട്ടങ്ങോട്ട് പോകും തോറും കാഴ്ച കുറയും. അതുകൊണ്ട് തന്നെ കണ്ണട കൃത്യമായിട്ട് മാറ്റി വാങ്ങണം. കണ്ണിനിങ്ങനെ സ്ട്രെയിന് കൊടുക്കാൻ പാടില്ല. ഒപ്പം നമ്മുടെ ഈ തലയിലെ മുടിയെല്ലാം കൊഴിഞ്ഞു പോവുക, പിന്നെ ബാക്ക് പെയിൻ വരിക, ഇതൊക്കെ സൂര്യൻ പിഴച്ചവരുടെ പ്രത്യേകതയാണ്. അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷെ ആയുസ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് കാണുന്നത്. 11-ാം ഭാവത്തിൽ ശനി നല്ല നിൽപ്പാണ്. അതുകൊണ്ട് തന്നെ ആയുസിനൊരു പഞ്ഞം ഉണ്ടാവില്ല. അപ്പോൾ അത് പക്ഷെ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ഇങ്ങനെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഒരു സൂര്യൻ്റെ ദശ അപഹാരത്തിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ സമയദോഷമില്ല. അത് ശരിക്കും പറഞ്ഞാൽ 4/2/2021 തുടങ്ങും. 4/2/2021 തുടങ്ങും. ഒരു വർഷത്തോളം ഉണ്ടാവും. ആ സമയമാണ് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡ് ആരോഗ്യപരമായിട്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് മറ്റ് വേറെ നിങ്ങൾ അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിക്കണം, അത്ര തന്നെ. പരിഹാരങ്ങൾ നിങ്ങൾ നാഗദോഷത്തിന് പരിഹാരമായിട്ട് പെരളശ്ശേരിയിൽ ചെയ്യാം. പിന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പിന്നെ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കാം. അതൊക്കെ ഏറ്റവും നല്ലതാണ്. ശിവന് കൂവളമാല ചാർത്താം, പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം, ഓം നമഃശിവായ ഓം നമഃശിവായ, അതിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കാം. അത് ഏറ്റവും നല്ലതാണ്. അത് പലതരത്തിലുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ഇതിനൊന്നും സയൻറ്റിഫിക്കായി തെളിവൊന്നും തരാൻ പറ്റില്ല. അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ഫലമുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒപ്പം പിന്നെ അടുത്ത തവണ ആ സമയത്താണല്ലോ നമ്മുടെ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ഭഗവാനെ ദർശിക്കുക. അത് അടുത്ത തവണ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ചടങ്ങ് മാത്രമല്ലേ, ആളുകളെ പ്രവേശിപ്പിച്ചില്ലല്ലോ. അടുത്ത മെയ് ആകുമ്പോഴേക്കും ഈ നമ്മളെ കോവിഡിന് ഒരു അമർച്ച വരുമെന്ന് വിചാരിക്കാം. വാക്സിനൊക്കെ തയ്യാറായി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഉത്സവം നടക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യണം. ഭഗവാനെ കാണണം, കൊട്ടിയൂർ പെരുമാളെ. അത് ഏറ്റവും നല്ലതാണ്. കൊട്ടിയൂരെ തിരുവഞ്ചിറയിലെ നടത്തം പോലും നമ്മളെ സർവ്വ ദോഷങ്ങളെയും ശമിപ്പിക്കുമെന്നാണ്. അത്രമാത്രം പുണ്യ ഭൂമിയാണത്. അത് അത്തരം വിശ്വാസത്തോടു കൂടി അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കൃത്യമായി ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇതെല്ലാം മനസ്സിൻ്റെ അവസ്ഥ പോലെയാണ്. മനസ്സിൽ നല്ല വിചാരത്തോടു കൂടി അവിടെ പോയാൽ അതിൻ്റെ ഫലം ഉണ്ടാവും. ഏതായാലും പിന്നെ നന്നായിട്ട് വരും. ആയുസിനൊന്നും ഒരു പഞ്ഞവുമില്ല, ഭയമൊന്നും വേണ്ട. ഓക്കെ. കുട്ടികളെ എന്താണ്, കുട്ടികളെ അവരുടെ ജാതകം വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സമ്മിശ്രമാണ് നിങ്ങളുടെ ഫലം. കുട്ടികളെ കൊണ്ട് പൂർണ്ണമായ ഒരു ഇത് പറയാൻ ഈ ജാതകവും വെച്ച് പറ്റില്ല. ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഗുണദോഷ സമ്മിശ്രം അല്ല. പെൺകുട്ടികളായാൽ തന്നെ നിങ്ങൾക്ക് അതിനെ കൊണ്ട് പൂർണ്ണ ഗുണം ഉണ്ടാവില്ലെന്നല്ലേ. അത് തന്നെ അതിൻ്റെ അല്ല. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ കൊണ്ടും പിന്നെ പണ്ടത്തെ ജ്യോതിഷത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ കാരണം നിങ്ങൾക്ക് വ്യാഴം പിഴച്ച ഒരു മനുഷ്യനാണ് നിങ്ങൾ. അത്തരം വ്യക്തികൾക്ക് മക്കളെ കൊണ്ട് വലിയ രൂപത്തിലുള്ള സൗഭാഗ്യങ്ങൾ വരില്ല എന്നാണ്. പക്ഷെ പെൺകുട്ടികളാവുമ്പോൾ അവരുടേതായ ഭർത്താവിൻ്റെയൊക്കെ നിയന്ത്രണത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ആ വകയിൽ പറയാനില്ലല്ലോ. മറിച്ച് നിങ്ങളോട് വലിയ മമതയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ കുഴപ്പവുമില്ല. ഏതായാലും നിങ്ങളുടെ ജാതകപ്രകാരം സമ്മിശ്രമാണ്.
പൂർണ്ണമായിട്ട് ഗുണം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നന്ന ദോഷവും എന്ന് പറയാൻ പറ്റില്ല. 5-ാം ഭാവാധിപന് ബലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5-ാം ഭാവാധിപന് ബലമുണ്ടായാൽ മക്കളെ കൊണ്ട് ദോഷം പറയാൻ പാടില്ലെന്നാണ്. പക്ഷേ വ്യാഴം നീചത്തിലാണ്, മറഞ്ഞു നിൽക്കുന്ന വ്യാഴമാണ്. അത്തരം വ്യക്തികൾക്ക് സന്താന വിഷയത്തിൽ പൂർണ്ണമായ ഗുണവും പറയാൻ പാടില്ല. ഏതായാലും നിങ്ങൾക്ക് ആൺമക്കൾ ജനിച്ചില്ല എന്നുള്ളത് തന്നെ അതിൻ്റെ ദോഷമായി കണക്ക് കൂട്ടാം. ജ്യോതിഷത്തിൻ്റെ സിദ്ധാന്തപ്രകാരമാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ ആണും പെണ്ണും ഒക്കെ കണക്ക് തന്നെയാണ്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പഴഞ്ചനായിട്ട് സംസാരിക്കുകയല്ല. ജ്യോതിഷത്തിൻ്റെ കണക്കിൽ ആൺകുട്ടികൾ ജനിക്കാതിരിക്കുന്നത് ഒരു ദോഷമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതേപോലെ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് പുത്രന് തന്നെ നമുക്ക് തീ കൊടുക്കണമെന്നും ഉണ്ട്. അത് ജ്യോതിഷത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതല്ലാതെ ഇപ്പം പെൺകുട്ടിയെ ഞാൻ 2-ാം നമ്പറായി കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആരും പറയരുതൊന്നും. കാരണം ഞാൻ ജ്യോതിഷത്തിൻ്റെ സൈഡ് മാത്രമാണ് പറയുന്നത്. അത് ഇന്നിപ്പം പെണ്ണുമാണ്, എല്ലാം കണക്കാണ്. അപ്പോൾ പെണ്ണിനെ ഏതെങ്കിലും തരത്തിൽ താഴ്ത്തി പറഞ്ഞു എന്നൊന്നും പറഞ്ഞ് എൻ്റെ മേത്തിൽ ആരും പരാതി പറയാൻ പാടില്ല. ഈ സയൻസിൽ പറയുന്ന കാര്യം മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആണും പെണ്ണും എല്ലാം ഇന്ന് പഴയ പോലെയല്ല. എല്ലാം ഒരു ഒറ്റ പെൺകുട്ടീനെ കൊണ്ട് തന്നെ എത്രയോ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പണ്ട് പെൺകുട്ടി ജനിച്ചാൽ അവൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇതിനിടെ ഒരു ജർമ്മനിയിലുള്ള ഒരു നേഴ്സിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞു, ആ കുട്ടി അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അയാൾക്ക് മനസ്സിലാകാതായിരിക്കുന്നു. അപ്പോൾ അത്ര ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് അവൾ ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് അയാൾക്ക് ഒരു വിവരവും ഇല്ല. ഈ ലക്ഷക്കണക്കിന് ഉറുപ്പിക മോളിങ്ങനെ അക്കൗണ്ടിലേക്ക് ഇടുകയാണ് ജർമ്മനിയിൽ നിന്ന്. അപ്പോൾ അതുപോലെ അങ്ങനെ ഇപ്പം പെൺകുട്ടികളെ കൊണ്ട് അങ്ങനെയും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതായാലും വ്യാഴം പിഴച്ചവനോട് അങ്ങനെയല്ലാതെ എനിക്ക് ബലം പറയാൻ പറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞത് ഈ ശനിയെ കൊണ്ടാണ്. ശനി, ഈ പൊതുവായിട്ടുള്ള ശനിയുടെ സ്വഭാവം, ശനിയുടെ പേര് തന്നെ മന്ദൻ എന്നാണ്. അലസത അല്ലെങ്കിൽ മെല്ലെപ്പോക്ക്. അതിൽ ശനിയുടെ യാത്രയും അങ്ങനെ തന്നെയാണ്. മറ്റ് ഗ്രഹങ്ങൾ ചന്ദ്രൻ 27 ദിവസം കൊണ്ട് രാശിചക്രം പൂർത്തിയാക്കുമ്പോൾ ശനി അത് പൂർത്തിയാക്കുന്നത് 30 കൊല്ലം കൊണ്ടാണ്. അത്രമാത്രം പതുക്കെയാണ് സഞ്ചാരം. അതുകൊണ്ടാണ് ശനിക്ക് മന്ദൻ എന്ന് പേര് വന്നത്. നിങ്ങൾ ഈ ജാതകഗ്രഹ നിലയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, മാ എന്നുള്ള അക്ഷരം എഴുതിയത്. ഷാ എന്നല്ലല്ലോ അധികം എല്ലാ കള്ളിയിലും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളെ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാ എന്ന് കാണാം. അത് മന്ദൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഷോർട്ട് ഫോമാണ് മാ എന്നുള്ള അക്ഷരം. രാ എന്ന് പറഞ്ഞാൽ രവി, സാ എന്ന് പറഞ്ഞാൽ സർപ്പം, ശി എന്ന് പറഞ്ഞാൽ ശിഖി. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളാണല്ലോ ജ്യോതിഷികൾ എഴുതുക. അപ്പോൾ അതേപോലെ ശനിയെ മാ എന്നുള്ള അക്ഷരം കൊണ്ടാണ് മന്ദൻ. ആ മന്ദൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ വളരെ പതുക്കെയാണ്. അതേപോലെ ശനിയുടെ സ്വാധീനമുള്ള, ശനി വളരെ പിഴച്ചു നിൽക്കുന്ന ആളുകളും ഇതേപോലെയുടെ ശനിയുടെ സ്വഭാവങ്ങൾ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ശനിക്കൊരു മുടന്തുണ്ടെന്നാണ് പറയുന്നത്. ലഗ്നത്തിലും മറ്റൊക്കെ പിഴച്ച് ശനി നിൽക്കുന്നവർക്ക് ചെറിയൊരു മുടന്തും കണ്ടുവരുന്നു. ഒരു കാലിനൊരു വലിച്ചൽ പോലെ, അതായത് ഒന്നിങ്ങനെ ഏന്തിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവം അവരിൽ പലർക്കും കാണാം. ശനിയുടെ ദുസ്വാധീനമാണത്. അത് ചിലപ്പോൾ അത് ജന്മനാ തന്നെ ഉണ്ടാവും. ചിലർക്കത് വലിയ അഭംഗി ഒന്നും ഉണ്ടാവില്ല, ചിലർക്ക് കുറച്ച് അഭംഗി കൊടുക്കും. പക്ഷെ അവർക്ക് വലിയ, ചില ആളുകൾക്ക് ശനിയുടെ സ്വാധീനത്താൽ ഇതേ വലിച്ചൽ വന്നിട്ട് അത് ഉച്ചത്തിൽ നിന്ന് ശനിക്കും ഈ പറയുന്ന കുഴപ്പം വരാം. ഏത് കാലിനിങ്ങനെ പറഞ്ഞതുപോലെ ഒരു ഏന്തുപോലെ. പക്ഷെ അത്തരക്കാർ വലിയ പണം സമ്പാദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ശനി ഉച്ചത്തിൽ നിൽക്കുന്നവരുടെ ഫലമാണ് ഞാൻ പറഞ്ഞത്. ശനി നീചത്തിൽ നിൽക്കുന്നവർക്ക് വലിയ പണമൊന്നും ഉണ്ടാവില്ല. ഒരു കോളുണ്ട്, വീണ്ടും ഇതിലേക്ക് വരാം. ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? നമസ്കാരം. ചക്കരക്കല്ല്. പറയൂ, ഡേറ്റ് പറയൂ. 27/2/2000. സമയം സാറേ 1:15 1:15 AM രാത്രി. അനിഴം നക്ഷത്രം. അതെ അതെ അതെ.
ആരുടേതാ? മകളുടെ ആണോ? ഈ മോൻ പിന്നെ കുട്ടിയുടെയാണ്. എങ്ങനെ? മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെയാണ്. ഓ, മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ. ഓക്കെ ഓക്കെ, ആള് ഭയങ്കരനാണല്ലോ നിങ്ങൾ. മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ. മോതിരം കഴിഞ്ഞു. ഓ ശരി ശരി ശരി. ആ, അപ്പോൾ വരാൻ പോകുന്ന മരുമകളുടെ വിശേഷമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അല്ലേ? അതെ അതെ അതെ. ആള് ഭയങ്കര ബുദ്ധിമാനാണല്ലോ, അപ് ടു ഡേറ്റ് ആണല്ലോ. ഇന്ന് വരെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടില്ല. ഭയങ്കരനാണ് നിങ്ങൾ കേട്ടോ. പെണ്ണുങ്ങ് വീട്ടിൽ വരുന്നതിന് മുമ്പ് അതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വെക്കുകയാണ്. ഏതായാലും മരുമകള് ഇപ്പം നടക്കുന്നത് 27 വയസ്സ് വരെ ബുധൻ്റെ ദശയാണ്. 11ാം ഭാവാധിപനായിട്ട് കേന്ദ്രത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശ വന്നാൽ ഒരു മോശവും വരില്ല. ഈ ബുധൻ്റെ ദശയിൽ നല്ല സമയം കൊണ്ട് തന്നെയാണ് കുട്ടി വീട്ടിലേക്ക് കയറി വരാൻ പോകുന്നത്. അക്കാര്യത്തിൽ കുഴപ്പമില്ല. പിന്നെ ഭർത്താവിന് ഉപജയം, അതായത് വർധനവുണ്ടാക്കുന്ന ജാതകക്കാരിയാണ്. അതായത് ഈ പെൺകുട്ടി വീട്ടിൽ കയറി വന്നാൽ അവളുടെ ഭർത്താവ്, അതായത് നിങ്ങളുടെ മകന് ഉയർച്ച തന്നെയാണ് ഉണ്ടാവുക. ഇനി എന്താണ് അറിയേണ്ട വിഷയം? പറഞ്ഞോളൂ. ഹലോ ഹലോ ഹലോ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. വേറെന്താണ് അറിയേണ്ട വിഷയം? ബികോം കഴിഞ്ഞിട്ട് പാസ്സായിട്ട് ഇരിക്കുവാണ്. എന്ത് പഠിപ്പിക്കുന്നതാണ് നല്ലതെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഇപ്പം എന്ത് പഠിപ്പിക്കുന്നതാണ് നല്ലത്? അല്ല, ബികോം അല്ലേ, അതിൻ്റെ PG ചെയ്യട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കിങ്ങിൻ്റെ ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യട്ടെ. അതൊന്നും വലിയ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബുധദശയിൽ പഠനം മൊത്തത്തിൽ നന്നാവുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കോഴ്സുകളിൽ നിന്ന് അത്രമാത്രം പിന്നെ ധാരാളം കോഴ്സുകളില്ലേ. അപ്പോൾ 27 വയസ്സ് വരെ ഈ കുട്ടിക്ക് സമയം ബുധൻ്റെ ദശയാണ്. ആ ബുധൻ്റെ ദശ പൊതുവെ പഠനത്തിന്, പ്രത്യേകിച്ചും ഗണിതമാണല്ലോ എടുത്തിരിക്കുന്നത് ബികോം. അപ്പോൾ കണക്ക് സംബന്ധമായ ഈ കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ എളുപ്പം കഴിയും, പഠിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ, അപ്പോൾ അതുകൊണ്ട് അത് ഏത് കോഴ്സിന് ഇനി അടുത്ത ഏതാണ് പോകേണ്ടതെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പഠനത്തിന് അനുകൂലമാണ് ഈ സമയം. അതൊരു പ്രശ്നമായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഓക്കെ, ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് 10ാം ഭാവാധിപൻ ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കൊണ്ട് നിശ്ചയമായിട്ടും ജോലി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. ജോലി ലഭിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? ബാങ്ക് കോച്ചിങ് ഒരു കുഴപ്പവും വരില്ല. ബാങ്ക് കോച്ചിങ്ങിന് പോവട്ടെ, അതിനെന്താണ് പ്രശ്നം? കല്യാണം എപ്പോഴാണ് നടക്കുക? കല്യാണം നടക്കില്ല. നിങ്ങൾ വളയൂട്ടി വെച്ചിട്ട് നിങ്ങൾ ഇപ്പം എന്നോടാണോ ചോദിക്കുന്നത്? ഇപ്പം നടക്കുന്നത് രാഹുവിൻ്റെ അപഹാരമാണ്. രാഹു കല്യാണത്തിന് അനുകൂലമാണ്. ഇനി വരാനുള്ളത് വ്യാഴത്തിൻ്റെ അപഹാരമാണ്. രണ്ടും കല്യാണത്തിന് അനുകൂലമായ സമയമാണ്. ഇനി നിങ്ങളുടെ സൗകര്യം മാത്രം അങ്ങ് നോക്കിയാൽ മതി രണ്ടുപേരുടെയും സമയത്ത്. ഈ നിങ്ങളുടെ മകനിപ്പോൾ സ്ഥലത്തില്ലേ? ഇല്ല, അപ്പൊ അവൻ വരട്ടെ. അവൻ വന്നിട്ടല്ലേ ഇനി ഏതായാലും പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, ഏതാ നന്നായി വരട്ടെ. ശരി ശരി. അപ്പോൾ കാലം പുതിയ അഡ്വാൻസ്ഡായ കാഴ്ചപ്പാടും ചിന്താഗതികളും ഇങ്ങനെയായിരിക്കണം മനുഷ്യർ. പുതിയ അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും. ശരിയല്ലേ? ഒരു പുതിയൊരു പെൺകുട്ടി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠ ഉണ്ടാവും. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അതൊന്ന് അന്വേഷിക്കുന്നു. അതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ലക്ഷണമാണത്. സാധനം വീട്ടിൽ കയറി വരുന്ന സാധനം എങ്ങനത്തെയാണെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് എന്നോട് ചോദിക്കുന്നു. അദ്ദേഹത്തിന് ഇതൊന്നും നോക്കിയാൽ തിരിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു സമാധാനമായി. അതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യവും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഉറപ്പ് കൊടുത്തതിന് ശേഷമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കേണ്ടത്. അതിനു മുമ്പാണ് ജ്യോതിഷിയെ പോയി ഇപ്പോഴത്തെ ഈ പൊരുത്ത ശോധന നോക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഓട്ടോറിക്ഷ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് 10 കുറിപ്പ് നോക്കി കൊടുക്കാൻ പറയുക. 10 കുറിപ്പ്, അത് ഓട്ടോറിക്ഷ ഓഫാക്കില്ല. അപ്പോഴേക്കും അത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഉണ്ടാവും. അയാൾ ഇങ്ങനെ ഓട്ടോറിക്ഷക്കാരൻ ചില ആളുകൾ മുൻകൂട്ടി പറയാതെ വന്നെങ്കിൽ അയാൾ ഓണടിച്ചുകൊണ്ടേയിരിക്കും.
എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയം കൊണ്ട് നമ്മൾ 10 കുറിപ്പ് നോക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആ പരിപാടി തന്നെ ഒഴിവാക്കിയത് പോലെയാണ്. കാരണം ഇതുകൊണ്ടാണ്, കാരണം അതിനോട് നീതി പാലിക്കാൻ കഴിയുന്നില്ല. ശരിക്കും ജ്യോതിഷം പറയുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചിട്ട് ഗുണദോഷങ്ങൾ നോക്കിയിട്ട് വേണം കല്യാണം നടത്താനെന്നാണ്. ഇപ്പം ഒരൊറ്റ വർത്താനം, ആ 8 കൂട്ടം പൊരുത്തം. എന്താണ് ഈ കൂട്ടമെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. 8 കൂട്ടം പൊരുത്തമുണ്ട് 10, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ 8 കൂട്ടം പൊരുത്തമുണ്ടല്ല 6 കൂട്ടം പൊരുത്തമുണ്ട് എന്നും പറഞ്ഞിട്ട് വെച്ച് കല്യാണം നടത്തുക. അതുപോലെ തന്നെ ഡൈവേഴ്സ് 30% കടന്നു. ഇതിങ്ങനെ നോക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ്. കൃത്യമായിട്ട് എങ്ങനെയാണ് സ്വഭാവം, എങ്ങനെയാണ് പിന്നെ പെരുമാറ്റ രീതികൾ, ഇതൊക്കെ ശരിയായ ജ്യോതിഷിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ സന്താനങ്ങൾ ജനിക്കുമോ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുമോ, ഭർത്താവിനെ കൊണ്ട് ഭാര്യയ്ക്ക് ഗുണം കിട്ടുമോ, അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കിട്ടുമോ, നല്ല ഐക്യത്തിൽ പോകുമോ, ഇതൊക്കെ. ഇപ്പോൾ ഇതിനിടെ കുറച്ച് ദിവസം മുമ്പേ ഒരു കേസ് വന്നിരുന്നു. എന്താണ്, മകീര്യവും കല്യാണം നടത്തിയിരിക്കുന്നത് മകീര്യവും അവിട്ടവുമാണ്. അയാൾ 40 വയസ്സിലെ അയാൾ കിടപ്പിലായിപ്പോയി. പ്രഷർ കൂടിയിട്ട് അയാളുടെ ഒരു വശം പൂർണ്ണമായി തളർന്നുപോയി. വലിയ ലെവലിൽ ജോലിയെടുത്ത് വിദേശത്ത് ശമ്പളം വാങ്ങുന്നവനായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായി പറയുന്നത്. ഒന്ന്, ഈ മദ്യമരഞ്ജുവും വേദവും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് തകരാറ് വരിക, ദാമ്പത്യത്തിൽ വിഘാതം വരിക, അത് രണ്ടും വന്നു അവർക്ക്. അപ്പോൾ ഇതിങ്ങനെ 100 കണക്കിന് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനൊന്നും മദ്യമരഞ്ജു ഇന്ന് വരെ ചേർക്കില്ല. അപ്പോൾ അത് അനുഭവങ്ങളാണ്. ഒരു കോളുണ്ട്, വീണ്ടും ഇതിലേക്ക് വരാം. ഹലോ 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 ആ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കാടാച്ചിറ. ആ പറയൂ, ഡേറ്റ് പറയൂ. 1 അല്ല തെറ്റി. പറയൂ, ടെൻഷൻ വേണ്ട, സമാനത്ത് പറയൂ. 9 എങ്ങനെ? 1997 1997 സെപ്റ്റംബർ 7. ഇത് പറയാനാണോ ഇത്ര പ്രയാസം? എന്താണ് സമയം പറയൂ. സമയം രാത്രി 10:55. 10:55. ഓക്കെ. ആരുടേതാണെന്ന് പറയൂ. മകളുടെ. വിശാഖ നക്ഷത്രം. എന്താണ് അറിയേണ്ട കാര്യം? മകളുടെ ജോലി, വിവാഹക്കാര്യം. മകളുടെ ജോലിയും വിവാഹക്കാര്യവും. മകൾക്കിപ്പം നടക്കുന്നത് ശനിദശയാണെന്ന് അറിയാമല്ലോ. ശനി നല്ല ശനിയാണ്. അപ്പോൾ ജോലി ലഭിക്കാനൊക്കെ ഈ ശനി ഏറ്റവും അനുകൂലമായിട്ട് തന്നെ പറയാം. പിന്നെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ കാണുന്നുണ്ട്. അത് ശശിമംഗള യോഗം പോലെയുള്ള നല്ല യോഗങ്ങൾ, സാമ്പത്തികമായ അഭിവൃദ്ധി വരാനുള്ള യോഗം, ഒപ്പം നീചഭംഗ രാജയോഗം, അത്തരത്തിലുള്ള നല്ല യോഗങ്ങളാണ്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര വലിയ വശം പോരാ, അതൊന്നും മനസ്സിലാവില്ല. ഏതായാലും അത് നല്ല യോഗങ്ങൾ ധാരാളമായിട്ടുണ്ട്. പിന്നെ വിവാഹത്തിൻ്റെ സംബന്ധമായിട്ട് വളരെ 7ാം ഭാവാധിപൻ 6-ലാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവ് ശത്രുവിനെ പോലെ പെരുമാറുമെന്നാണ് നിങ്ങളുടെ മകളുടെ ജാതകത്തിൽ കാണുന്നത്. ഒരു പരുക്കനായിരിക്കും ഭർത്താവ് എന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി ഉറപ്പിച്ചിട്ട് മാത്രമേ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. വലിയ രൂപത്തിലുള്ള പൊന്നേ മുത്തേ കളിയൊന്നും അവൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. കടിച്ചു കീറാനാണ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെ കയ്യിൽ ഒരു ചുരിദാർ വേണമെന്ന് പറഞ്ഞാൽ എന്തിനാ നിനക്കല്ലേ കഴിഞ്ഞ കൊല്ലം മേടിച്ചു തന്നതെന്ന് ചോദിക്കും. കഴിഞ്ഞ കൊല്ലത്തെ ചുരിദാർ ഇക്കൊല്ലം ഇടാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഭർത്താവിനെയാണ് കിട്ടുക. അങ്ങനെ ആവുമ്പോൾ എന്താണ്, അവൾക്ക് സ്വന്തം കാശുണ്ടെങ്കിൽ അവൾക്ക് ചുരിദാർ മേടിച്ചത് ആരോടും നമ്മളെ നാടൻ ഭാഷയിൽ മുനാശിക്കണ്ടല്ലോ. അപ്പോൾ അത് അവൾക്ക് വാങ്ങിച്ച് ധരിക്കാലോ. അവളുടെ ജാതക വിധിയാണ്. പിന്നെ നിങ്ങളുടെ മകളും അങ്ങനെ വിട്ടുവീഴ്ചയൊന്നും കുറഞ്ഞവളായിരിക്കും. അങ്ങനെ വലിയ പെട്ടെന്ന് അങ്ങനെ വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാവില്ല. അത് കുറവാ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ
ഏതായാലും സല്യൂട്ട്, നിങ്ങൾ കൃത്യമായിട്ട് സത്യം പറഞ്ഞില്ല. നിങ്ങളെന്നെ എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ. എൻ്റെ മാനം നിങ്ങൾ കാത്തല്ലോ. അപ്പോൾ ഏതായാലും അത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ജാതകപ്രകാരം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ എന്താണ് ഭർത്താവിനോട് ഒന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ രണ്ട് ഇവൾ അങ്ങോട്ടും പറയും. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഒരു സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടായാൽ ഇതൊന്നും ഒരു വിഷയമായി വരില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഉറപ്പായിട്ടും അത് ഇവള് കേൾക്കുന്നുണ്ടോ പരിപാടി? അവളോട് പറയൂ, ജോലി ഉറപ്പാണ്, അവള് നന്നായിട്ട് പരിശ്രമിക്കട്ടെ. കുറച്ചൊരു മടി പിടിച്ചൊരു ശനിയുള്ള കൊണ്ട് മടിയുണ്ട്, ആ മടി പറ്റില്ല. ആ മടി ഒഴിവാക്കിയിട്ട് നന്നായിട്ട് പിന്നെ കഠിനാധ്വാനം ചെയ്യട്ടെ. അപ്പോൾ അതിന് കണക്കായിട്ട് റിസൾട്ട് ഉണ്ടാവും. ഇത് ലോട്ടറി വരെ അടിക്കുന്ന ശനിയാണിത്. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതും നല്ലതാണ്. അത്തരം ശനിയാണ്, നല്ല ശനിയാണിത്. ഏതായാലും നല്ല നിലയിൽ തന്നെ ഈ ശനി ഈ കക്ഷിയെ 30 വയസ്സ് വരെയുള്ള സമയത്തിലടക്ക് കല്യാണം നടക്കും, ജോലി ലഭിക്കും. അതിന് യാതൊരു പ്രയാസവും ഇല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, കല്യാണത്തിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. കല്യാണത്തിന് അടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും, വലിയ താമസമൊന്നും വരില്ല. ഞാൻ പറഞ്ഞത് മറ്റേ കാര്യമാണ്, അതായത് മയം കുറഞ്ഞവനായിരിക്കുമെന്ന് ഞാൻ ഫലം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കല്യാണം താമസിച്ചു പോകുന്നൊന്നും ഞാൻ ഫലം പറഞ്ഞിട്ടില്ല. ഇല്ലാതെ ഫലം നിങ്ങൾ പറയണ്ട, ചിന്തിക്കുകയും വേണ്ട. ആ, എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും ജോലി ശരിയാവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശനിയുടെ ഈ ഒരു സ്വഭാവം, അതായത് ഈ പിന്നെ അലസത, മടി എന്നൊക്കെ പറയുന്നത്, അത് ശനി ലഗ്നത്തിൽ നിന്നവർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ശനി ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാം പതുക്കിയായിരിക്കും എന്നാണ്. ഒപ്പം അവരുടെ വേറൊരു പ്രത്യേകത, വാതരോഗം അവരെ കടന്നാക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് 5 രാശിയിൽ അത്ര പേടിക്കേണ്ടതില്ല. അതായത് മീനം, മകരം, കുംഭം, ധനു, ഒപ്പം തുലാം, ഈ 5 രാശിക്കാർ അങ്ങനെ പേടിക്കേണ്ടതില്ല ശനി ലഗ്നത്തിൽ നിന്നാൽ. മറ്റ് 7 രാശിക്കാരും വളരെയേറെ ശനിയുടെ ആ പൊസിഷൻ വളരെ അവർക്ക് ദോഷമുണ്ടാക്കും ആരോഗ്യ സംബന്ധമായിട്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ അത്തരം ഈ മറ്റ് 7 രാശിയിൽ, അതായത് പ്രത്യേകിച്ചും പിന്നെ മേടൻ രാശിയിൽ മറ്റൊക്കെ ശനി നീചത്തിലാണ്. അവിടെ അതുപോലെ കർക്കടൻ രാശിയിൽ നിൽക്കുന്നവർ അഷ്ടമാധിപനായിട്ടാണ് ശനി കർക്കടൻ രാശിയിൽ നിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശനിയുടെ ദോഷമുള്ളവർക്ക് ശരീരം ശരീരം മെലിഞ്ഞതായിരിക്കും. അത് അവരുടെ വേറൊരു പ്രത്യേകത. ശരീരത്തിന് മൊത്തത്തിലൊരു പുഷ്ടി ഉണ്ടാവില്ല. ഈ നെഞ്ചൊക്കെ ആണാണെങ്കിൽ നെഞ്ചൊക്കെ ഒട്ടിയ മാതിരിയുള്ള ഒരു പ്രകൃതമായിരിക്കും. കഴുത്തിൻ്റെ ഞരമ്പുകളും എല്ലുകളും മറ്റൊക്കെ മുഴച്ച് കാണുന്ന രൂപത്തിലുള്ള, അത് ആണിനായാലും പെണ്ണിനായാലും അങ്ങനെ കാണാറുണ്ട്. ചില പെൺകുട്ടികളുടെ ഈ കൈത്തണ്ടയൊക്കെ കണ്ടിട്ടില്ലേ, അത് ഈ മുരിങ്ങാക്കായ് പോലെ ഉണ്ടാവും. അത് ഈ ശനിയൊക്കെ നിൽക്കുന്ന പെൺകുട്ടിയൊക്കെയാണ്. എത്ര തിന്നാലും തടിക്കുകയില്ല. അതിനാണെങ്കിൽ എപ്പോഴും കോംപ്ലക്സ് ആയിരിക്കും അത് നിമിത്തം. എനിക്ക് തടിയില്ല, അങ്ങനെ എനിക്ക് ഒന്നാമത് ഈ തടി കുറഞ്ഞാലും കുഴപ്പമില്ല, അതിപ്പം പ്രശ്നമില്ല. ഈ ഉള്ള ഞരമ്പും എല്ലൊക്കെ പിന്നെ മുഴച്ച് കാണുമ്പം കുട്ടികൾക്ക് ആകെ പ്രയാസം വരില്ലേ. അതേസമയം തടി കുറഞ്ഞു, അത് മൊത്തം ഒരു മാംസളമായ കയ്യോ കാലമൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ചില കുട്ടികൾക്ക് എത്ര ആയിക്കഴിഞ്ഞാലും ഈ ഞരമ്പിൻ്റെ ഒന്നും ഇത് മാറിക്കിട്ടില്ല. അപ്പോൾ അതൊക്കെ എഴുന്നു നിൽക്കും. അത് ആണാണെങ്കിൽ അത്ര പ്രശ്നമില്ല, പെണ്ണാണെങ്കിൽ അത് വലിയ പ്രയാസമായില്ലേ. അത് ഈ പറയുന്ന ചിങ്ങൻ രാശിയിലും മറ്റൊക്കെ ശനി നിൽക്കുന്നവർക്കും, അതേപോലെ മേടൻ രാശിയിൽ ലഗ്നത്തിൽ ശനി നിൽക്കുന്നവർക്കും മറ്റൊക്കെ അവരുടെ ശരീരം നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം എന്തെങ്കിലും ഈ തണുപ്പൊക്കെ പിടിച്ചിട്ട് എപ്പോഴും ശല്യം വരിക, അതും അവരെ വല്ലാതെ അലട്ടുന്നൊരു കാര്യമാണ്. അതിനെയൊക്കെ ശമിപ്പിക്കാനുള്ള മാർഗങ്ങൾ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം ആളുകളോട് വന്ന് കാണാനൊക്കെ പറയുന്നത്. അവർ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിന് വേണ്ട പരിഹാര കർമ്മങ്ങളിലൂടെ അവരെ കുറേയേറെ മാറ്റിയെടുക്കാൻ പറ്റും.
അത് പക്ഷേ പലർക്കും അതിനെക്കുറിച്ച് അജ്ഞരാണ്. അതിനെന്തൊക്കെ ചെയ്താലാണ് അതിന് മാറ്റം വരിക എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്താൽ 100% അതിനൊക്കെ വ്യത്യാസം വരും. പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനാവില്ല, പക്ഷെ വ്യത്യാസമുണ്ടാക്കാനാവും. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആയിത്തര. പറയൂ, ഡേറ്റ് പറയൂ. 20/8/1999. സമയം ഉച്ചക്ക് 3:08. മൂന്ന് 8. ആരുടേതാണ്? അനിയത്തിൻ്റെ. അനിയത്തി. തൃക്കേട്ട നക്ഷത്രം. അതെ അതെ. എന്താണ് അറിയേണ്ട വിഷയം? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം. ഇപ്പം പിന്നെ കേതുവിൻ്റെ ദശയാണ് നടക്കുന്നത്. അത് 2 കേതുവാണ്. വിദ്യക്ക് വല്ല തടസ്സവും നേരിട്ടിരുന്നോ? ഇല്ല ഇല്ല. ഇപ്പം ഏത് കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? PG. PG. അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ക്ലാസ് തുടങ്ങി. അത് എല്ലാം ഒരു തടസ്സവും ഇല്ലാതെ ഇങ്ങോട്ട് എത്തി അല്ലേ? മഹാഭാഗ്യവതി തന്നെ. കാരണം 2 കേതു വിദ്യക്കൊക്കെ തടസ്സമുണ്ടായി കളിയുമെന്നാണ്. അപ്പോൾ അത് അല്ല, അവൾക്ക് ഉദ്ദേശിച്ച രൂപത്തിലുള്ള മാർക്ക് നേടാൻ പറ്റിയില്ല എന്നുണ്ടോ? അങ്ങനെ പരാതി പറയാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് പഠിക്കുന്ന ആള് തന്നെയാണ്. അതെ. ഇതൊരു ഈ ശാസ്ത്രപ്രകാരം ഈ 2 കേതുവിൻ്റെ ദശ നടക്കുന്ന സമയത്ത് പഠനത്തിലൊക്കെ കുഴപ്പം വന്നു പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതൊന്നും അനുഭവത്തിൽ വന്നില്ല, ദോഷം അനുഭവിച്ചില്ല. അത് വളരെ നല്ല കാര്യം തന്നെ. ഏതായാലും പിന്നെ 2ാം ഭാവാധിപൻ നീചത്തിലും 2ാം ഭാവത്തിൽ കേതു നിന്നിട്ട് പോലും ഇവളുടെ ജാതകപ്രകാരം ഒരു തരത്തിലുള്ള പഠന സംബന്ധമായ വിഷമവും ഈ നിമിഷം വരെ വന്നില്ല എന്നുള്ളത് വളരെ സന്തോഷം തന്നെ. അതെന്തോ ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തിയായിരിക്കാം ജാതകത്തിൽ. അതാണ് ദൈവാനുഗ്രഹത്തിൽ ഏത് ജാതകവും നോക്കുമ്പോൾ ഭാഗ്യവും ദൈവാനുഗ്രഹവും നോക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഇത് രണ്ടും ഈ പറഞ്ഞതുപോലെ ധാരാളമുള്ള പെൺകുട്ടിയുടെ ജാതകമാണ്. അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഒരു ദോഷവും വരാതെ. ഇനിയിപ്പോൾ ഏതായാലും അതിന് സാധ്യത കുറവാണ്. കാരണം ഇപ്പം കുറേയും കൂടി മെച്ചുവേർഡ് ആയല്ലോ. കാരണം 21 വയസ്സുമായി. അപ്പോൾ ഇനി അവൾ സീരിയസ് ആയിട്ട് പിന്നെ മുമ്പോട്ട് പോകുമല്ലോ. അപ്പോൾ ഇവൾക്ക് ഏറ്റവും മോശം വന്നിരിക്കുന്നത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അവിടുന്ന് പ്രത്യേകിച്ച് ആ ടീനേജിലും മറ്റൊക്കെ ആകെ തലതിരിഞ്ഞു പോകാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വരാതെ നല്ല നിലയിൽ തന്നെ ഇങ്ങോട്ട് വന്നത് വളരെയേറെ നല്ല കാര്യം തന്നെ. ഇനി വരാനുള്ള ശുക്രദശയാണ്. ആ ശുക്രദശ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ സബ്ജക്റ്റൊന്നും ഇല്ലല്ലോ. അത് പിന്നെ നിശ്ചയമായിട്ടും 2022 6ാം മാസം മുതലാണ് ശുക്രദശ ആരംഭിക്കുക. അത് കഴിഞ്ഞ് 1-2 വർഷം കൊണ്ട് വളരെയേറെ പുരോഗതിയിലേക്ക് മെല്ലെ മെല്ലെ അങ്ങോട്ട് കടന്നു പോവുകയാണ് ചെയ്യുക. അത് 20 വർഷം ആണ് ശുക്രദശ. ആ സമയത്തായിരിക്കും വിവാഹവും മറ്റൊക്കെ. അതിനു മുമ്പായിട്ട് തന്നെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. കല്യാണം കുറച്ച് അങ്ങോട്ട് വൈകിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ശുക്രദശ തുടങ്ങിയിട്ട് അതായത് 2 വർഷം കഴിഞ്ഞിട്ട് ശുക്രദശ തുടങ്ങിയിട്ട് പിന്നെ ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് മതി വിവാഹം. 24 വയസ്സ് അങ്ങനെ ആ സമയത്ത്. ഇപ്പം വയസ്സ് 21ആണ്. 24 വയസ്സ് 25 വയസ്സൊക്കെ കല്യാണം നടത്താൻ പറ്റിയ സമയമാണ്. അപ്പോഴേക്കും ജോലി സംഘടിപ്പിക്കാനും സാധിക്കും. ജോലി ലഭിക്കാനുള്ള വിധിയും ഉണ്ട് ഈ ജാതകത്തിൽ. ഓക്കെ. ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള അസ്വസ്ഥതയാണ് അനുഭവപ്പെടുന്നത്? നടുവേദന അങ്ങനെയല്ല. അത് പിന്നെ പരിധി വിട്ട രൂപത്തിലുണ്ടോ? ഇല്ല, ഇടയ്ക്കിടയ്ക്ക് സ്പോർട്സ് ചെയ്യുന്ന കുട്ടിയാ. അതല്ലേ ഞാൻ പറഞ്ഞത്. 2 കേതുവാണ്. കേതുവിൻ്റെ ഒരു നമ്മളെ പണ്ടേ അമ്മയോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. കേതുവിനൊരു ഏതു എന്നാണ് അതാണ് അത് കേതുദശ. അങ്ങനെ ഒരു ചൊല്ല് വന്നത് തന്നെ ഇതുകൊണ്ടാണ്. കേതുവിനൊരു ഹേതു എന്നാണ് ശരിക്കും പറയേണ്ടത്. അത് നമ്മുടെ കൊളോക്കൽ ലാംഗ്വേജിൽ കേതുവിനൊരു ഏതു എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം മതി എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ അതൊരു പഴഞ്ചൊല്ലാണ്. അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടൊന്നും അല്ല പിന്നെ സമൂഹം അത് ഉപയോഗിക്കുന്നത്. കേതുദശേനെ കുറിച്ച് അറിയുന്നതുകൊണ്ടൊന്നും അല്ല. പക്ഷെ പണ്ട് മുതലേ പരമ്പരയാ പറഞ്ഞു പോരുന്ന ഒരു ഡയലോഗാണത്, ഒരു പഴഞ്ചൊല്ല് പോലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേതുദശാകാലത്ത് ഈ ചെറിയ നടുവേദന അങ്ങനെ ഇങ്ങനെ അതൊന്നും വളരെ വളരെ സ്വാഭാവികമായ സംഗതി മാത്രമാണ്. പ്രത്യേകിച്ച് സ്പോർട്സ് മേഖല തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ
ഏത് ഐറ്റമാണ് സ്പോർട്സിൽ കളിക്കുന്നത്? കബഡി. ഓ നല്ല സാധനം തന്നെ. പിടിച്ച് മറിച്ചിടുന്ന കൂട്ടത്തിലല്ല, നല്ല ഹൈറ്റാണല്ലേ ഇവക്കല്ലേ? ആ ധനു ലഗ്ന തെറ്റിക്കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിക്കാൻ വരെ പറ്റുമെന്നാ. കബഡി 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 എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മറിച്ചിടലല്ലേ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. കബഡിക്കാരിയാണ്, ശ്രദ്ധിക്കണം അല്ലേ? പിടിച്ച് മറിച്ചിട്ട് കളിയല്ലേ. നന്നായിരിക്കട്ടെ. ഏതായാലും കബഡിയും കൊണ്ട് മുമ്പോട്ട് പോട്ടെ. അത് ഒരു സ്പോർട്സ് കോട്ടയിൽ ഒരു ചെറിയൊരു ചാൻസും ഇല്ല അതുകൊണ്ട്. ആ അപ്പോൾ അതൊക്കെ ശുക്രദശയിൽ ജോലി കിട്ടാനും വരെ നല്ല കാര്യം. ഏതായാലും കബഡി കബഡി എന്ന് പറഞ്ഞ് ശ്വാസം മുട്ടി കളിച്ചിട്ട് മോശമൊന്നും വരില്ല. അതെല്ലാം നല്ലതിലേക്ക് തന്നെ കലാശിക്കും. അല്ലെങ്കിലും ഈ കുട്ടിക്ക് ഇവളുടെ ദോഷം കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. നിങ്ങളീ പറഞ്ഞ ചെറിയ നടുവേദനയൊക്കെ അതൊക്കെ സർവ്വസാധാരണമായ സംഗതിയല്ലേ. അതൊക്കെ ഇതൊക്കെ കളിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതല്ലേ. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കിഴിയൊക്കെ വെച്ചിട്ട് അങ്ങ് അത് നിർത്തിക്കഴിഞ്ഞാൽ കിഴിയൊക്കെ വെച്ചിട്ടൊന്ന് ശരിയാക്കിയാൽ മതി. സർജറി എവിടെയാണ് ചെയ്തത്? നെഞ്ചില് പാട്ടിന്റെ സ്ഥലത്തായിട്ട് ചെറിയൊരു സർജറി ആയിരുന്നു. അല്ല അത് പിന്നെ ഉള്ളിലൊന്നും പോകുന്ന അങ്ങനെ സീരിയസ് ആയ സർജറി ഒന്നും അല്ലല്ലോ. അതൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു കനത്ത ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇതിപ്പം ഈ കളിക്കുന്നത് കൊണ്ട് വന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞത്. അത് ഈ കളി നിർത്തിക്കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ഇപ്പം പിന്നെ സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ആയുർവേദ ഇതൊക്കെ ഉണ്ടല്ലോ, പിന്നെ കിഴിയൊക്കെ വെച്ചിട്ട് അത് ശരിയാക്കി എടുക്കാൻ പറ്റും. മറ്റേ ജാതകപ്രകാരം അങ്ങനെ രോഗിയാവേണ്ട ഒരു സൂചനയും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമാണ് ഇപ്പോൾ ഉള്ള ഈ വേദന. അതിനെ മാറ്റിയെടുക്കാനും സാധിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ശനി ഇത്തരത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് ഈ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അത് ചിലർക്ക് വാദമാണെങ്കിൽ ചിലർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ജോയിൻറ്റിനൊക്കെ പെയിനായിരിക്കും. മറ്റ് ചിലർക്ക് ഈ വിട്ടുമാറാത്ത തലവേദന പോലെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ കണ്ടുവരുന്നു. പിന്നെ മൈഗ്രെയിനിൻ്റെ കുഴപ്പങ്ങൾ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ലഗ്നത്തിൽ പാപഗ്രഹത്തിൻ്റെ നിൽപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? അത് ജ്യോതിഷത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അതിന് കണക്കായിട്ട് ആ ദുരിതശമനം വരുത്തേണ്ടതായ കർമ്മങ്ങളുണ്ട്. അത് ചെയ്താൽ അതിന് 100% അതിൻ്റെ വ്യത്യാസം വരും. ഇത് തിരിച്ചറിയാതെ എന്നും ആ ദുരിതവും പേര് നടക്കുക എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തരമാണ്. പക്ഷെ അത് നിങ്ങളെ നേരായ വഴിക്ക് അതിൻ്റെ മർമ്മം നോക്കി പറഞ്ഞു തരാൻ അറിയുന്ന ജ്യോതിഷിയുടെ അടുത്ത് നിങ്ങൾ പോകണം. അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ, ഞാൻ മാത്രമല്ലല്ലോ. ഒരുപാട് ജ്യോതിഷികൾ നമ്മുടെ കേരളത്തിലെമ്പാടുമായിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാവർക്കും ആ കഴിവുണ്ടാവണമെന്നില്ല. അത് ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പം അധ്യാപകന്മാരെല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അതേപോലെ ഡോക്ടർമാരെല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ ഏത് മേഖലയിലും അതിന് പ്രത്യേക നൈപുണ്യം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരെ സമീപിച്ചിട്ട് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാര്യം പറയുന്നത് എന്തെന്നാൽ, ഞാൻ ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായ ഒരു പ്രവർത്തനവും എൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തുന്നില്ല. എല്ലാം ഓൺലൈനിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ സേവനങ്ങളും പ്രത്യേകം മനസ്സിലാക്കണം. മണി ട്രാൻസ്ഫർ ചെയ്യുന്നതും ആവട്ടെ, ഇനി അതല്ല ഈ ഓൺലൈനിൽ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾ അത് എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫലങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാവുന്നതാണ്. കോവിഡിൻ്റെ ശക്തി ശമിക്കുന്നത് വരെ ഇത്തരത്തിൽ തന്നെ ആയിരിക്കും എൻ്റെ പ്രവർത്തനം. അത് പ്രത്യേകം ആളുകൾ അല്ലെങ്കിൽ ഈ ജ്യോതിഷ വിശ്വാസികൾ അത് മനസ്സിലാക്കുക. എനിക്കറിയാം, നേരിട്ട് കാണാൻ പലരും എന്നോട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരാൾക്കായിട്ട് വേണ്ടി മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പൊതുവായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. അതുകൊണ്ട് അതിനോട് നിങ്ങൾ സഹകരിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ഓൺലൈനിലായിട്ട് മനസ്സിലാക്കുക. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ കാണുന്ന
നമ്പറിൽ 9388504419 എന്നുള്ള ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ പരിപാടി അവസാനിക്കും മുമ്പ് നിങ്ങൾക്കേവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.